ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ കോളേജിൽ, അതായത് ഫൈനൽ ഇയർ MBA കഴിഞ്ഞ് ഒരു 6 months ആയി നമ്മൾ കോളേജ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ഗ്രാജുവേഷൻ സെറമണി വെക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്കിനൊക്കെ കയറിയ സമയത്ത് നമ്മളിങ്ങനെ ചിന്തിച്ചു, ഇനിയിപ്പോൾ നമുക്ക് കോളേജ് ലൈഫൊക്കെ തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. വീണ്ടും കോളേജിലോട്ട് പോകുന്നു, ഫ്രണ്ട്സ് എല്ലാവരെയും കാണുന്നു, വീണ്ടും ഒരു കോളേജ് വൈബ് വരാൻ പോവാണ്. അപ്പോൾ ഇന്നൊരു ദിവസമാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ ഈ കോളേജൊക്കെ മറന്നു വരികയായിരുന്നു. ഇനി നമുക്ക് കോളേജ് ലൈഫ് ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് അപ്പോൾ ഞാനിതിപ്പോൾ കുറച്ച് റെഡിയായി. ഇനി കുറച്ചും കൂടെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ വെൽക്കം ഓൾ ടു മൈ ഗ്രാജുവേഷൻ ഡേ വ്ളോഗ്. ഹേ ഗായ്സ്, ഫൈനലി നമ്മൾ കോളേജ് എത്തി. 2 പേര് എത്തിയിട്ടുണ്ട്, പേര് വരാനുണ്ട്. സോ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. നമ്മൾ ഫുള്ളി പിന്നെ കാണിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം പോയി രജിസ്റ്റർ ചെയ്യണം നമ്മുടെ കപില ബ്ലോക്കിൽ, അതായത് അതാണ് നമ്മുടെ ബ്ലോക്ക്. സോ അവിടെ എത്തിയിട്ട് കാണാം. നമുക്കൊരു പണ്ടത്തെ ഓർമ്മകൾ വരുന്നു. പണ്ടെന്ന് പറയാൻ ഒരുപാടൊന്നും ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ. ഹേ ഗായ്സ്, അങ്ങനെ കോളേജ് എത്തി, നമ്മൾ രജിസ്റ്റർ ചെയ്തു. നമുക്ക് ഗ്രാജുവേഷൻ്റെ ഡ്രസ്സ്, ക്യാപ്പൊക്കെ കിട്ടി. ദിസ് ഈസ് അവർ ഔട്ട്ഫിറ്റ്. ഗായ്സ്, തലയിൽ ചപ്പാത്തി പരത്തിയ പോലെ ലുക്ക് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും ഫോട്ടോഷൂട്ടിലാണ്. ബാക്കിൽ കണ്ടോ, ഡ്രസ്സൊക്കെ ഫോട്ടോഷൂട്ടിലാണ്. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാൽ മെയിൻ ഓഡിറ്റോറിയത്തേക്ക് പോകും. പാരൻസൊക്കെ അവിടെയാണ്. ഓക്കെ, ഫോട്ടോ എടുക്കട്ടെ. ബൈ. ഫോട്ടോഷൂട്ട് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. ബക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചൊക്കെ ഫോട്ടോസ് എടുത്തു, എന്നാലും സ്റ്റിൽ നോട്ട് സാറ്റിസ്ഫൈഡ്. വീഡിയോ എടുക്കലാണ് ഗൈസ് ആൻഡ് ഫോട്ടോസ്. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എൻ്റെ കൂടെ വന്നത് അമ്മയും മാമനുമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇരിക്കുന്നതാണ് നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നത്. ഇത് ഫസ്റ്റ് ഇയർ ക്ലാസ് ആയിരുന്നു. സെക്കൻഡ് ഇയർ ആകുമ്പോൾ വേറെ ക്ലാസ്സിലായിരുന്നു. പിന്നെയും പഠിക്കാൻ വന്ന ഫീൽ ഉണ്ടോ അഫി? ശരിക്കും നല്ല രസമുണ്ട്. ഇവിടുത്തെ AC സെൻട്രലൈസ്ഡ് AC ആണ്. അപ്പോൾ നമുക്ക് പൊതുവെ എന്നും തണുപ്പായിരിക്കും, ബട്ട് സ്റ്റിൽ വി എൻജോയ് ദാറ്റ്. ഗൈസ്, നമ്മൾ റോൾ നമ്പർ വൈസ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ പെട്ടുപോയി. വി ആർ ഗോയിങ്. നമ്മളിവിടെ ഓർഡർ വൈസ് വിളിച്ചുകൊണ്ടിരിക്കാം. ഹൗ ടു എൻ്റർ. ഗായ്സ്, ഇവിടെ നമുക്ക് മാത്രമാണ് യെല്ലോ. വ്ളോഗിനാണ്. എൻജിനീയേഴ്സിന് ബ്ലാക്ക്. ഡ്രസ്സിനെ പറ്റി എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. നമ്മള് ബ്ലാക്ക് കിട്ടും വിചാരിച്ചാൽ വന്നത്, പക്ഷെ നമ്മളെ പറ്റിച്ചു ഗൈസ്. വെയിലത്ത് പഴംപൊരി ഇട്ട് പൊരിക്കുന്ന പോലെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. യെല്ലോ കളർ. We started moving. And media basis to the graduation day celebration. ഓഡിറ്റോറിയത്തെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഫൈനൽ ആയിട്ട് ബാസ്കറ്റ് ബോൾ കോർട്ടിൽ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. അതിന് പോയിക്കൊണ്ടിരിക്കാം. കോഡ് സർട്ടിഫിക്കറ്റ്. ഹേ ഗായ്സ്, ഫൈനലി വി ആർ ഗ്രാജുവേറ്റഡ്. ഫുൾ മഞ്ഞയാണ് ഗായ്സ്. നമ്മുടെ ടോപ്പറായിരുന്നു നിമിഷി. നിമിഷി, ട്രോഫി എവിടെ? ടോപ്പർ.
Okay. 1, 2, 3. ഹേ ഓൾ, ഞാൻ വീടെത്തി. ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഓൾമോസ്റ്റ് പറഞ്ഞതിനേക്കാളും കൂടുതൽ സമയമായി ഈ പ്രോഗ്രാം കഴിയാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് തീരുന്ന വിചാരിച്ചത്, അത് വൈകുന്നേരമായി. 4:35 ആയി. പാരൻസ് ആണെങ്കിലും ഓഡിറ്റോറിയത്തിൽ ഇരുന്നവർക്ക് മതിയായി. പിന്നെ ഞാൻ ഒരുപാടൊന്നും എടുക്കാൻ നിന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്നായിരുന്നു. ആ ചൂട് പ്ലസ് ഇപ്പം നല്ല ചൂടാണല്ലോ, അതൊന്നും സഹിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ വേഗം വീടെത്തി. ഞാൻ ഫ്രഷായി സമാധാനത്തിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ളോഗ് എന്ത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു നല്ലൊരു ഡേ ആയിരുന്നു. ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി. നമ്മളെപ്പോഴും 7 പേര് എങ്ങനെയും നമ്മൾ മീറ്റ് ചെയ്യും. ആരുടെയും ഫങ്ഷൻ ആണെങ്കിലും ഗെറ്റ് ടുഗദർ ആണെങ്കിലും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആരെയും കാണാറില്ലല്ലോ, അപ്പോൾ അത് കാണാൻ പറ്റി. ടീച്ചേഴ്സിനെ കാണാൻ പറ്റി. വീണ്ടും ക്ലാസ് റൂമിലിരിക്കാൻ പറ്റി. അതേപോലെ ഇന്നത്തെ പ്രോഗ്രാം ഐ ഗോട്ട് ഗ്രാജുവേറ്റഡ്. പാരൻസിൻ്റെ മുന്നിൽ ഗൗണൊക്കെ ഇട്ട് ക്യാപ്പൊക്കെ ഇട്ട് ഫോട്ടോസ് എടുത്തു. അവരുടെ മുന്നിൽ വെച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റി. അതൊക്കെ എനിക്ക് വലിയ കാര്യം തന്നെയാണ്. പിന്നെ വേറെ ഒന്നുമില്ല. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. Hope you guys enjoy my video. Thank you for watching.